പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ഇന്നത്തെ വേദവായന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്നവർക്ക് ലഭിക്കുന്ന ഔന്നത്യത്തെക്കുറിച്ചും അവരെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വചനഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. ആരാണ് പ്രവാചകൻ? ആരാണ് നീതിമാൻ? ഒരു പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുന്നവനാണ്, ഒരു വചനപ്രഘോഷകനാണ് പ്രവാചകൻ. നീതിമാൻ ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവനാണ് നീതിമാൻ. ഇപ്പം പ്രവാചകനെ, നീതിമാനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തോടുള്ള എൻ്റെ ആഭിമുഖ്യം എന്താണ്, എൻ്റെ മനോഭാവം എന്താണ്, ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടം എന്താണ്. ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവഭക്തിയാണ്, ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം പറയും, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢത, തീഷ്ണത അതില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഒരപ്പൻ മകന് കൊടുക്കുന്ന അന്തിമ ഉപദേശം തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൊടുക്കുന്നുണ്ട്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് വരും. ദൈവത്തോടുള്ള എൻ്റെ ആഭിമുഖ്യം, ദൈവത്തോടുള്ള എൻ്റെ ഭക്തി ഒരു നല്ല വലിയ അമൂല്യമായ സമ്പത്താണ്. മക്കൾക്ക് ഒരനുഗ്രഹം, മക്കൾക്ക് അഭയം, മക്കൾക്ക് ഒരു വലിയ ആശ്രയമാണ് ദൈവഭക്തി, ദൈവത്തോടുള്ള വലിയ മമത. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. തലമുറയ്ക്ക് അനുഗ്രഹമാണ് ദൈവഭക്തി. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വിളിച്ചപേക്ഷിച്ചാൽ അടുത്ത് നിൽക്കും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, കരഞ്ഞാൽ കണ്ണീരൊപ്പും, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ സമീപത്തെത്തും. ആ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ പ്രയാസങ്ങളിലേക്ക്, നമ്മുടെ ബലഹീനതകളിലേക്ക്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും നമുക്ക് ക്ഷണിക്കാം, സ്വീകരിക്കാം. അപ്പോൾ വലിയ പ്രതിഫലം, വലിയ സമ്പത്ത്, വലിയ അനുഗ്രഹം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോടുള്ള എൻ്റെ മമത, എൻ്റെ ആഭിമുഖ്യം കുറച്ചുകൂടി കൂട്ടുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രവാചകനെ അഭിഷേകം ചെയ്യുമ്പോൾ, പ്രവാചകൻ സാമുവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് 1 സാമുവേൽ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ കാണുന്നു,
കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാം. ഹൃദയപൂർവം പ്രാർത്ഥിക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഉത്തരമരുളും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.